പോക്കിൽ CPM സഖാക്കൾ കടിച്ചു മാറ്റാൻ പിണറായി 350 കോടി സഹകരണ സംഘങ്ങൾക്ക് ദാനം കൊടുത്തു. കേരളത്തിൽ സഹകരണ സംഘം എന്നാൽ CPM എന്നാണ് അർത്ഥം. സഹകരണ സംഘങ്ങൾക്ക് എന്ത് കിട്ടിയാലും അത് CPMന് കിട്ടുന്നത് പോലെയാണ്. സഖാക്കൾക്ക് സ്ത്രീധനം കിട്ടിയതാണ് കേരളത്തിന്റെ സഹകരണ മേഖല. സാമൂഹിക സുരക്ഷാ പെൻഷൻ ഗുണഭോക്താക്കൾക്ക് വീട്ടിലെത്തിക്കാനുള്ള പദ്ധതി സഹകരണ സംഘങ്ങൾക്ക് ലോട്ടറിയായി മാറി. കഴിഞ്ഞ 4.5 വർഷം പെൻഷൻ വീട്ടിലെത്തിച്ചതിന് ഇൻസെന്റീവായി ലഭിച്ചത് 350 കോടിയിലേറെ രൂപയാണ്. ഇതിൽ സിംഹഭാഗവും പോക്കറ്റിൽ പോകുന്ന കാശാണ്. 22.76 ലക്ഷം ഗുണഭോക്താക്കൾക്കാണ് സംഘങ്ങൾ വഴി നേരിട്ട് ക്ഷേമ പെൻഷൻ വിതരണം ചെയ്യുന്നത്. പ്രാഥമിക വായ്പാ സംഘങ്ങളും മറ്റുമാണ് വിതരണക്കാർ. ഒരു ഗുണഭോക്താവിന് 30 രൂപ നിരക്കിലാണ് ഇൻസെന്റീവ്. സംഘങ്ങൾ ഏർപ്പെടുത്തുന്ന വിതരണക്കാർക്കുള്ള പ്രതിഫലം ഉൾപ്പെടെയാണിത്. ഒരു മാസം പെൻഷൻ നൽകുന്നതിലൂടെ 6.82 കോടി രൂപയാണ് സംഘങ്ങൾക്ക് ഇൻസെന്റീവായി ലഭിക്കുന്നത്. 2025 നവംബർ വരെ പെൻഷൻ വിതരണം ചെയ്തതിന്റെ ഇൻസെന്റീവ് സംഘങ്ങൾക്ക് ലഭിച്ചു. ഇൻസെന്റീവ് മാത്രമല്ല, ഇതിലൂടെ വോട്ടും ഉറപ്പിച്ചു. സാമൂഹ്യ സുരക്ഷാ പെൻഷനിൽ 65% പേർക്ക് അവരുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് പെൻഷൻ തുക ക്രെഡിറ്റ് ചെയ്യും. ആരോഗ്യസ്ഥിതി മോശമായവർക്കാണ് നേരിട്ട് വീടുകളിൽ എത്തിക്കുന്നത്. വീട്ടിൽ പണം എത്തിക്കുന്നവരുടെ തുക ജില്ലാ സഹകരണ ജോയിന്റ് രജിസ്ട്രാർ വഴി സഹകരണ സ്ഥാപനത്തിന് നൽകും. സഹകരണ സംഘങ്ങൾക്കുള്ള ഇൻസെന്റീവ് സോഷ്യൽ സെക്യൂരിറ്റി പെൻഷൻ അക്കൗണ്ടിൽ നിന്നും തദ്ദേശ വകുപ്പ് ഡയറക്ടറുടെ അക്കൗണ്ടിലേക്ക് മാറ്റി. വെള്ളയമ്പലം സബ് ട്രഷറിയിൽ തദ്ദേശ വകുപ്പ് ഡയറക്ടർ ആരംഭിച്ച സ്പെഷ്യൽ TSB അക്കൗണ്ടിൽ നിന്ന് 14 ജില്ലകളിലെയും സഹകരണ ജോയിന്റ് രജിസ്ട്രാർമാരുടെ പെൻഷൻ ട്രഷറി അക്കൗണ്ടിലേക്ക് ഇൻസെന്റീവ് കൈമാറും. ഇക്കഴിഞ്ഞ ആഴ്ച മറ്റൊരു വലിയ കൊള്ള CPM സഹകരണ സ്ഥാപനങ്ങളെ ഉപയോഗിച്ച് നടത്തിയിരുന്നു. കേരളത്തിലെ സഹകരണ മേഖലയെ തകർക്കാനും ഖജനാവ് കൊള്ളയടിക്കാനും ലക്ഷ്യമിട്ട് സഹകരണ വകുപ്പിൽ അരങ്ങേറുന്നത് കേരളം കണ്ട ഏറ്റവും വലിയ അഴിമതികളിലൊന്നാണ്. ലോകപ്രശസ്ത IT കമ്പനിയായ ടാറ്റ കൺസൾട്ടൻസി സർവീസിനെ ഒഴിവാക്കി IT രംഗത്ത് യാതൊരു മുൻപരിചയവുമില്ലാത്ത CPM നിയന്ത്രണത്തിലുള്ള ദിനേശ് BD സഹകരണ സംഘത്തിന് സോഫ്റ്റ്വെയർ കരാർ നൽകാനാണ് സർക്കാർ നീക്കം. 4415 പ്രാഥമിക സഹകരണ സംഘങ്ങളിൽ ഏകീകൃത സോഫ്റ്റ്വെയർ നടപ്പിലാക്കാൻ TCS വെറും 206 കോടി രൂപയ്ക്ക് തയ്യാറായ പദ്ധതിയാണ് ഇപ്പോൾ 4 ഇരട്ടിയിലധികം തുകയ്ക്ക്, അതായത് ഏകദേശം 914 കോടി രൂപയ്ക്ക് CPM സ്വന്തം ആൾക്കാർക്ക് നൽകാൻ ഒരുങ്ങുന്നത്. ഇതിലൂടെ ഖജനാവിന് വരാൻ പോകുന്നത് 700 കോടിയിലധികം രൂപയുടെ ഭീമമായ നഷ്ടമാണ്. ഈ അഴിമതിക്ക് കളമൊരുക്കാൻ സർക്കാർ നടത്തിയ നീക്കങ്ങൾ അങ്ങേയറ്റം ദുരൂഹമാണ്. റിസർവ് ബാങ്കിന്റെയും നബാർഡിന്റെയും മാനദണ്ഡങ്ങൾ പാലിച്ച് കേന്ദ്ര ഫണ്ട് ഉപയോഗിച്ച് നടപ്പിലാക്കേണ്ട പദ്ധതിയായിരുന്നിട്ടും കേരളത്തിന്റെ തനത് സോഫ്റ്റ്വെയർ വേണമെന്ന വാദമുയർത്തിയാണ് TCSനെ ആദ്യം പദ്ധതിയിലേക്ക് കൊണ്ടുവന്നത്. എന്നാൽ രാഷ്ട്രീയ താൽപര്യങ്ങൾക്കായി ആ കരാർ റദ്ദാക്കുകയും TCS പോലുള്ള വലിയ കമ്പനികളെ പുറന്തള്ളാൻ വിചിത്രമായ നിബന്ധനകൾ പുതിയ ടെൻഡറിൽ ഉൾപ്പെടുത്തുകയും ചെയ്തു. ഇതോടെ കണ്ണൂരിൽ നിന്നുള്ള CPM നിയന്ത്രണത്തിലുള്ള 2 സംഘങ്ങൾ മാത്രമാണ് ടെൻഡറിൽ പങ്കെടുത്തത്. കേവലം 280 സംഘങ്ങൾക്ക് സോഫ്റ്റ്വെയർ നൽകാൻ 58 കോടി രൂപയാണ് ദിനേശ് BD സംഘം കോട്ട് ചെയ്തിരിക്കുന്നത്. ഇതേ നിരക്കിൽ കേരളത്തിലെ മുഴുവൻ സംഘങ്ങളിലും പദ്ധതി നടപ്പിലാക്കുമ്പോൾ അത് 900 കോടിയിലധികം രൂപയായി ഉയരും. 206 കോടിക്ക് TCS തീർക്കാമെന്ന് പറഞ്ഞ ജോലിയാണ് 700 കോടി അധികം നൽകി മുൻപരിചയമില്ലാത്തവർക്ക് നൽകുന്നത്. തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം നിലനിൽക്കെ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പ്രത്യേക അനുമതി വാങ്ങി ഈ കരാർ തിടുക്കത്തിൽ ഒപ്പിടാനാണ് സഹകരണ വകുപ്പ് ഇപ്പോൾ ശ്രമിക്കുന്നത്. ഇത് വെറും സാമ്പത്തിക അഴിമതി മാത്രമല്ല, കേരളത്തിലെ മുഴുവൻ സഹകരണ സംഘങ്ങളെയും അവയിലെ വിവരങ്ങളെയും CPMന്റെ പൂർണ്ണ നിയന്ത്രണത്തിലാക്കാനുള്ള ഗൂഢശ്രമം കൂടിയാണ്. ജനവിധി ഭയക്കുന്ന സർക്കാർ അധികാരം വിട്ടൊഴിയുന്നതിന് മുൻപ് അവസാനവട്ട കൊള്ളയ്ക്കാണ് തുനിയുന്നത്. സഹകരണ വകുപ്പിന് കീഴിൽ 16,256 സഹകരണ സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്നു. 2.5 ലക്ഷം കോടിയുടെ നിക്ഷേപവും 1.86 ലക്ഷം കോടിയുടെ ലോൺ ഔട്ട് സ്റ്റോക്കിങ്ങുമാണ് ഉള്ളത്. പ്രാഥമിക സഹകരണ സംഘങ്ങളിൽ മാത്രം 80,000 കോടി രൂപ നിക്ഷേപവും 71,000 കോടി രൂപയുടെ വായ്പയുമുണ്ട്. ഗ്രാമീണ മേഖലയിൽ ജനസംഖ്യയിലെ 60% ഏതെങ്കിലും പ്രാഥമിക സഹകരണ സംഘങ്ങളിൽ അംഗങ്ങളുമാണ്. കേരളത്തിലെ സഹകരണ ബാങ്കുകളിൽ 75% നിയന്ത്രിക്കുന്നത് CPM ആണ്. ഇടതുപക്ഷത്തിന്റെ സംഘടനാപരവും ഭരണപരവുമായ രാഷ്ട്രീയ വിനിമയങ്ങളിൽ സഹകരണ മേഖലയ്ക്കേറെ പ്രാധാന്യമുണ്ട്.
എന്നാൽ CPM തന്നെ പ്രതിസ്ഥാനത്തുള്ള കരുവന്നൂർ സഹകരണ ബാങ്ക് കൊള്ള പുറത്തു വന്നതോടെ കേന്ദ്ര സർക്കാർ CPMന്റെ വ്യാപാരങ്ങളിൽ പിടിമുറുക്കി. 2018 മുതൽ ഈ ക്രമക്കേടിന്റെ ഓരോ ഘട്ടത്തിലും അത് മൂടിവെക്കാനും കുറ്റവാളികളെ സംരക്ഷിക്കാനും നിരപരാധികളെ ബലിയാടാക്കാനും CPM ജില്ലാ നേതൃത്വം നടത്തിയ വഴിവിട്ട നീക്കങ്ങൾ പുറത്തു വന്നു കഴിഞ്ഞു. നൂറ്റാണ്ട് പഴക്കമുള്ള കരുവന്നൂർ സഹകരണ ബാങ്ക് പതിറ്റാണ്ടുകളായി CPM നിയന്ത്രണത്തിലാണ്. ബാങ്ക് ഭരണസമിതി ഭാരവാഹികളായ പ്രാദേശിക CPM നേതാക്കളും ജീവനക്കാരും ഉന്നത പാർട്ടി നേതാക്കളുടെ അറിവോടെ സാധാരണക്കാരായ പാർട്ടി അംഗങ്ങളുടെയും മറ്റുള്ളവരുടെയും പേരിൽ നടത്തിയ നഗ്നമായ കൊള്ളയെയും തിരിമറിയെയും സംസ്ഥാന സഹകരണ മേഖലയുടെ മുഖത്തേറ്റ കറുത്ത പാട് എന്നാണ് CPM വിശേഷിപ്പിക്കുന്നത്. CPMന് സംഘടനാപരമായി തന്നെ പങ്കാളിത്തമുള്ള കൊള്ളയായതുകൊണ്ട് തന്നെ കേന്ദ്ര ഇടപെടൽ മുൻനിർത്തി പ്രതിരോധിക്കാനുള്ള പാർട്ടിയുടെയും സർക്കാരിൻ്റെയും ശ്രമങ്ങൾക്ക് വിശ്വാസ്യത നഷ്ടമായിരിക്കുന്നു. ഈ കൊള്ളയുടെ എല്ലാ ഉത്തരവാദിത്തവും ബാങ്ക് ഭരണസമിതിയിൽ മാത്രം ഒതുക്കാനുള്ള അന്വേഷണമാണ് യഥാർത്ഥത്തിൽ ക്രൈംബ്രാഞ്ചും സഹകരണ വകുപ്പും നടത്തിയത്. അതുകൊണ്ടാണ് CPM ബന്ധം അതിസമർത്ഥമായി ക്രൈംബ്രാഞ്ച് ഒളിപ്പിച്ചു വെച്ചത്. ഓരോ ചില്ലിക്കാശും തിരിച്ചു കൊടുക്കും എന്ന് മുഖ്യമന്ത്രിയും പാക്കേജ് തയ്യാറാക്കി ബന്ധപ്പെട്ടവരിൽ നിന്ന് പണം ഈടാക്കിയും നിക്ഷേപ ഗ്യാരണ്ടി സ്കീം പ്രയോജനപ്പെടുത്തിയും ഇടപാടുകാരെ സഹായിക്കുമെന്ന് സഹകരണ മന്ത്രി VN വാസവനും ആവർത്തിക്കുന്നുണ്ട്. വാസവന്റെ അവകാശവാദങ്ങൾ ഇങ്ങനെയാണ്. ക്രൈംബ്രാഞ്ച്, സഹകരണ വകുപ്പ്, വിജിലൻസ് എന്നിവർ അന്വേഷണം നടത്തി. 7 ജീവനക്കാരെയും ഭരണസമിതി അംഗങ്ങളെയും അറസ്റ്റ് ചെയ്തു. അവരുടെ പേരിൽ കേസെടുത്തു, ചാർജ് ഷീറ്റായി. ബോർഡ് അംഗങ്ങളുടെ പേരിൽ ബാധ്യതകൾ തിട്ടപ്പെടുത്തി സർചാർജ് ചുമത്തി ഹിയറിംഗിനും നോട്ടീസും നടപടികൾ കഴിഞ്ഞു. പണം ഈടാക്കാൻ നടപടി സ്വീകരിച്ചു. നിക്ഷേപം തിരിച്ചു കൊടുക്കാൻ ആവശ്യമായ സഹായം സഹകരണ വകുപ്പ് ചെയ്തിട്ടുണ്ട്. 110 കോടി രൂപയുടെ നിക്ഷേപം പുനഃക്രമീകരിച്ചു. 26 കോടിയുടെ നിക്ഷേപം തിരിച്ചു കൊടുത്തു. റിക്കവറി സെൽ പ്രവർത്തനത്തിലൂടെ 40 കോടി രൂപ തിരിച്ചു കിട്ടി. 2021 ജൂലൈ 21 കരുവന്നൂരിലെ കേസ് ക്രൈംബ്രാഞ്ച് ഏറ്റെടുത്തത്. മുൻ സെക്രട്ടറി TR സുനിൽകുമാർ, മുൻ ബ്രാഞ്ച് മാനേജർ MK ബിജു, മുൻ സീനിയർ അക്കൗണ്ടന്റ് CK ജിൽസ്, ഇടനിലക്കാരൻ കിരൺ, കമ്മീഷൻ ഏജന്റ് AK ബിജോയ്, ബാങ്കിന്റെ നിയന്ത്രണത്തിലുള്ള സൂപ്പർ മാർക്കറ്റിന്റെ അക്കൗണ്ടന്റ് റജി അനിൽ എന്നിവരാണ് ക്രൈംബ്രാഞ്ച് രജിസ്റ്റർ ചെയ്ത കേസിലെ പ്രതികൾ. ഇവരുടെ വസ്തുക്കൾ പിടിച്ചെടുത്തതല്ലാതെ മറ്റൊന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല. നഷ്ടമുണ്ടാക്കിയവർ തിരിച്ചടയ്ക്കാനുള്ള തുക 125 കോടിയാണ്. 2017-18 ഓഡിറ്റ് റിപ്പോർട്ടിൽ ബാങ്കിൽ നിന്ന് അനുവദനീയമായതിലും കൂടുതൽ തുകകൾ വായ്പ നൽകിയത് കണ്ടെത്തി. തുടർന്നുള്ള വർഷങ്ങളിലും വായ്പാ ക്രമക്കേടുകൾ കണ്ടെത്തി. എന്നാൽ തങ്ങൾക്ക് അനുകൂലമായ രീതിയിൽ സഹകരണ വകുപ്പിലെ ഉദ്യോഗസ്ഥ സംവിധാനത്തെ നിയന്ത്രിച്ചു നിർത്താൻ CPM ജില്ലാ നേതൃത്വത്തിന് കഴിഞ്ഞു. 16 ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്ത് രാഷ്ട്രീയ നേതൃത്വത്തെ രക്ഷപ്പെടുത്തുകയും ചെയ്തു. നിശ്ചിത കാലാവധിയിൽ പണം നിക്ഷേപിച്ച 5400 പേർക്ക് 300 കോടിയോളം രൂപയാണ് തിരിച്ചു കൊടുക്കാനുള്ളത്. സഹകരണ വകുപ്പിന്റെ കണക്കനുസരിച്ച് കാലാവധി പൂർത്തിയായ 150 കോടിയും ഇതിൽ ഉൾപ്പെടുന്നു. നിക്ഷേപകരിൽ 90% പേരും സ്ഥിര നിക്ഷേപം നടത്തിയവരാണ്. 2021 സെപ്റ്റംബർ മുതൽ ഇതുവരെ 29 കോടി രൂപ മാത്രമാണ് തിരിച്ചു കൊടുത്തത്. കാലാവധി അവസാനിച്ചവരുടേത് പുതുക്കി നൽകുകയാണ് ചെയ്യുന്നത്. അടിയന്തര ആവശ്യങ്ങൾക്ക് ഇപ്പോൾ 50,000 രൂപ വരെയാണ് തിരിച്ചു കൊടുക്കുന്നത്.